ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ NIOS +2 ബിസിനസ് സ്റ്റഡീസിന്റെ 10 ഇമ്പോർട്ടൻറ്റ് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ ആയിട്ടാണ്. അപ്പൊ എന്റെ പേര് ജിമിഷ എന്നാണ്, നിങ്ങൾ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റിയാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ ലൈവ് സെക്ഷൻസ് വഴി നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും, എക്സാമിന് വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ റിവിഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു 10 ഷുവർ ഷോർട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. വിത്തൗട്ട് എനി ഡിലേ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ പേപ്പറിന്റെ പേര് എന്താണ്? ബിസിനസ് സ്റ്റഡീസ് എന്നാണ് അല്ലെ. ബിസിനസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു പേപ്പർ ഉടനീളം പഠിച്ചത്. അപ്പോൾ നമ്മുടെ കോഡ് നമുക്കറിയാം 319 ആണ് നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പറിന്റെ കോഡ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പോൾ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഷുവർ ഷോർട്ട് ക്ലാസ്സിലേക്ക്, ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ദ മാർക്കറ്റ് വർ ഓൾറെഡി ഇഷ്യൂഡ് സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ് ഈസ് കോൾഡ് ഡാഷ്. നമുക്ക് സെക്യൂരിറ്റീസിന്റെ ഏത് പേപ്പറിലാണ് ലെസൺ, ഏത് ലെസണിലാണ്? ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ ഒരുപാട് മാർക്കറ്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ദ മാർക്കറ്റ് വർ ഓൾറെഡി ഇഷ്യൂഡ് സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ് ഈസ് കോൾഡ് ഡാഷ്. എന്താണ് ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് എഗെയിൻ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഓൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് എഗെയിൻ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് ഏതാണെന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആൻസർ അറിയാതെ സെക്കൻഡറി മാർക്കറ്റ് ആണ്. ആൻസർ എന്താണ്? സെക്കൻഡറി മാർക്കറ്റ് അഥവാ ദ്വിതീയ വിപണിയാണ് നമ്മുടെ ആൻസർ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഓപ്ഷനിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. 4 ഓപ്ഷൻ നമുക്ക് തന്നിരുന്നു. പ്രൈമറി മാർക്കറ്റ് എന്താണ്, സെക്കൻഡറി മാർക്കറ്റ് എന്താണ്, മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ ഓപ്ഷനിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. മേ ബി തിരിച്ചായതെങ്കിലോ ക്വസ്റ്റ്യൻസ് ചോദിക്കുക അല്ലെ. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട്. എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ഓരോ ബിസിനസ് ഓർഗനൈസേഷനിൽ ലോങ് ടേം ക്യാപിറ്റൽ നീഡ്സ് വരുമ്പോൾ അവർ ഫണ്ട് റൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. ലോങ് ടേം ഫണ്ട് ബിസിനസ്സുകളുടെ, ബിസിനസ് ഓർഗനൈസേഷൻസിന്റെ ലോങ് ടേം ഫണ്ട് നീഡ്സ്, ലോങ് ടേം ഫണ്ടിന്റെ നീഡൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അവരെവിടെയാണ്? നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിലാണ്. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഹെൽപ്പ് ടു കമ്പനി റൈസ് ലോങ് ടേം ക്യാപിറ്റൽ ഫോർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എക്സ്പാൻഷൻ. അവരുടെ ഒരു ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ വേണ്ടി ലോങ് ടേം ക്യാപിറ്റൽ റിക്വയർമെന്റ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ലോങ് ടേം ഫണ്ട്സ് ആണ് എവിടെ ട്രേഡ് ചെയ്യുക? നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ലോങ് ടേം ഫണ്ട്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് വിത്ത് ദ മെച്യൂരിറ്റി പീരീഡ് ഓഫ് മോർ ദാൻ 1 ഇയർ. മോർ ദാൻ 1 ഇയർ വരെയുള്ള മെച്യൂരിറ്റി മോർ ദാൻ 1 ഇയർ മെച്യൂരിറ്റി വരെയുള്ള നമ്മുടെ സെക്യൂരിറ്റീസ് എവിടെയാണ് ട്രേഡ് ചെയ്യുന്നത്? നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിലാണ്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്താ ചെയ്യുന്നത്? മോർ ദാൻ 1 ഇയർ മെച്യൂരിറ്റി വരെയുള്ള സെക്യൂരിറ്റീസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്, നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിനെ എഗെയിൻ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് അല്ലെ. അപ്പൊ എന്താണ് പ്രൈമറി മാർക്കറ്റ്, എന്താണ് സെക്കൻഡറി മാർക്കറ്റ്? സെക്കൻഡറി മാർക്കറ്റ് നമ്മൾ പഠിച്ചു. ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസ് എഗെയിൻ ട്രേഡ് ചെയ്യുന്നത് എവിടെയാണ്? സെക്കൻഡറി മാർക്കറ്റിലാണ്. അപ്പോൾ പ്രൈമറി മാർക്കറ്റ് എന്താ? പുതുതായിട്ട് ന്യൂ ഇഷ്യൂ ഓഫ് ഷെയർസ് അല്ലെ. പുതുതായിട്ട് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ പ്രൈമറി മാർക്കറ്റിലാണ്. പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റ് ആണ് പ്രൈമറി മാർക്കറ്റ്. ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഷെയർസ് എഗെയിൻ ട്രേഡ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ സെക്കൻഡറി മാർക്കറ്റിലാണ്. അപ്പൊ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് എന്താ, പ്രൈമറി മാർക്കറ്റ് എന്താ, സെക്കൻഡറി മാർക്കറ്റ് എന്താ നമ്മൾ പഠിച്ചു. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ 2 ക്ലാസിഫിക്കേഷൻസ് ആണ് എന്ത് പറയുന്നത്? നമ്മുടെ പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. ക്ലിയർ? ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ മണി മാർക്കറ്റ്. മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1 ഇയർ, 1 വർഷം വരെ മെച്യൂരിറ്റി ഉള്ള ഷെയർസ് ആണ്, സെക്യൂരിറ്റീസ് ആണ് എവിടെ ട്രേഡ് ചെയ്യുക? മണി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. ക്ലിയർ? ലെസ് ദാൻ 1 ഇയർ, 1 ഇയർ വരെയുള്ള സെക്യൂരിറ്റീസ് ആണ്, 1 ഇയർ വരെ മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ എവിടെ ട്രേഡ് ചെയ്യുക? നമ്മുടെ മണി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. ക്ലിയർ? അപ്പൊ മണി മാർക്കറ്റ് എന്താ, ക്യാപിറ്റൽ മാർക്കറ്റ് എന്താ, പ്രൈമറി മാർക്കറ്റ് എന്താ, സെക്കൻഡറി മാർക്കറ്റ് എന്താന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ നമ്പർ 2.
ഫസ്റ്റ് എ ആൻഡ് ബി ഉണ്ട് അല്ലെ. അപ്പൊ എ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ഡാഷ് റെഫേഴ്സ് ടു ബൈയിങ് ഗുഡ്സ് ഫ്രം മാനുഫാക്ചേഴ്സ് ഓർ ഹോൾസെയിലേഴ്സ് ആൻഡ് സെല്ലിംഗ് ദ സെയിം ടു ദ ഫൈനൽ കസ്റ്റമേഴ്സ്. ദെൻ ഡാഷ് റെഫേഴ്സ് ടു ബൈയിങ് ഓഫ് ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ഓർ മാനുഫാക്ചേഴ്സ് ഫോർ സെയിൽ ടു അതർ ട്രേഡേഴ്സ്. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? റീറ്റെയിൽ ട്രേഡും ഹോൾസെയിൽ ട്രേഡും ആണ്. നിങ്ങൾക്കത് ഓപ്ഷൻ ഞാൻ അവിടെ തന്നെ തന്നിട്ടുണ്ട് അല്ലെ ആൻസർ. അപ്പോൾ റീറ്റെയിൽ ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താ? മാനുഫാക്ചേഴ്സിൽ നിന്നോ പ്രൊഡ്യൂസേഴ്സിൽ നിന്നോ ഒരു സ്മോൾ ക്വാണ്ടിറ്റീസിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ യൂസേഴ്സ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? റീറ്റെയിലേഴ്സ് ആണ്. അപ്പൊ റീറ്റെയിൽ ട്രേഡ് എന്ന് പറയുന്നത് എന്താണ്? റീറ്റെയിൽ ട്രേഡ് റെഫേഴ്സ് ടു ബൈയിങ് ഗുഡ്സ് ഫ്രം മാനുഫാക്ചേഴ്സ് ഓർ ഹോൾസെയിലേഴ്സ് ആൻഡ് സെല്ലിംഗ് ദം ടു ദ ഫൈനൽ കസ്റ്റമേഴ്സ്. ഫൈനൽ കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഹോൾസെയിലേഴ്സിൽ നിന്നും മാനുഫാക്ചേഴ്സിൽ നിന്നും സ്മോൾ ക്വാണ്ടിറ്റിയിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് എന്താണ്? റീറ്റെയിൽ ട്രേഡ് ആണ്. അപ്പൊ ഹോൾസെയിൽ ട്രേഡ് എന്തായിരിക്കും? ഹോൾസെയിൽ ട്രേഡ് റെഫേഴ്സ് ടു ബൈയിങ് ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. ഒരു വലിയൊരു ക്വാണ്ടിറ്റിയിൽ ഗുഡ്സ് ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്? മാനുഫാക്ചേഴ്സിൽ നിന്നും പ്രൊഡ്യൂസേഴ്സിൽ നിന്നും. ആരാണ് വാങ്ങുന്നത്? ഹോൾസെയിലർ വാങ്ങിയിട്ട് റീറ്റെയിലറിനാണ് ട്രേഡ് ചെയ്യുന്നത് അല്ലെ. ഹോൾസെയിൽ ട്രേഡ് refers to buying of goods in large quantities from producers or manufacturers for sale to other ട്രേഡേഴ്സ്. ഇവിടെ എന്താണ് പറയുന്നത്? ഹോൾസെയിലർ എന്താ ചെയ്യുന്നത്? മാനുഫാക്ചറിൽ നിന്നും നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൽ നിന്നും ലാർജ് ക്വാണ്ടിറ്റിയിൽ ഗുഡ്സ് മേടിച്ചിട്ട് റീറ്റെയിൽ ട്രേഡേഴ്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മൊത്ത കച്ചവടക്കാരും ചില്ലറ കച്ചവടക്കാരും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു തരാം. ഹോൾസെയിലർ അഥവാ മൊത്ത കച്ചവടക്കാർ എന്ന് പറയുന്നത് മാനുഫാക്ചറേഴ്സിൽ നിന്നും പ്രൊഡ്യൂസറിൽ നിന്നും ഗുഡ്സ് ആൻഡ് സർവീസസ് ലാർജ് ക്വാണ്ടിറ്റിയിൽ വാങ്ങിയിട്ട് റീറ്റെയിൽ ട്രേഡേഴ്സിന് കൊടുക്കുകയാണ്. ആര് ചെയ്യുന്നത്? ഹോൾസെയിലേഴ്സ് ചെയ്യുന്നത്. ഇനി റീറ്റെയിലേഴ്സ് എന്താ ചെയ്യുന്നത്? ഈ ഹോൾസെയിലേഴ്സിൽ നിന്ന് സ്മോൾ ക്വാണ്ടിറ്റീസിലെ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിയിട്ട് എൻഡ് യൂസർ അതായത് കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദെൻ അതിന്റെ മലയാളം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചില്ലറ വ്യാപാരം മൊത്ത വ്യാപാരം എന്നാണ് നമ്മുടെ ഹോൾസെയിൽസ് ട്രേഡിന്റെയും റീറ്റെയിൽ ട്രേഡിന്റെയും മലയാളം വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, ഫോളോവിങ് ആർ ദ ഫോർ കോമ്പണൻസ് ഓഫ് 4 P's എക്സെപ്റ്റ്. എന്താണ് ചോദിച്ചത്? താഴെ പറയുന്നതിൽ 4 പീകളുടെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫോളോവിങ് ആർ ദ കോമ്പണൻസ് ഓഫ് 4 P's എക്സെപ്റ്റ്. ഏതാണ് 4 P's? മാർക്കറ്റിംഗിന്റെ 4 P's ഏതൊക്കെയാണ്? P ഏതൊക്കെയാണ്? 4 P ഏതൊക്കെയാണ് നമുക്ക് അറിയാലേ. അപ്പൊ ഇതിൽ ഏതാ അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷനിൽ എന്തൊക്കെയുണ്ട്? പ്രൊഡക്റ്റ്, പ്ലേസ്, പ്രൈസ് ആൻഡ് പബ്ലിക്. ഈ പബ്ലിക് എന്ന് പറയുന്നതാണ് ശരി ഉത്തരം. പബ്ലിക് എന്ന് പറയുന്നത് 4P അല്ല. അപ്പൊ 4 P's ഏതൊക്കെയാണ് വരുന്നത്? പ്രൊഡക്റ്റ് വരുന്നുണ്ട്, പ്രൈസ് വരുന്നുണ്ട്, പ്ലേസ് വരുന്നുണ്ട്, പ്രൊമോഷൻ വരുന്നുണ്ട്. ദീസ് ആർ ദ 4 P's ഓഫ് മാർക്കറ്റ് ബിക്കോസ് ദ 4 P's ഓഫ് മാർക്കറ്റിംഗ് ആർ പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. അപ്പൊ ഈ P വരുന്നത് എന്താണ്? എല്ലാത്തിന്റെയും ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്? പിയിൽ നിന്നാണ്. 4 P ഏതാണെന്ന്, മാർക്കറ്റിംഗിലെ 4 P ഏതാണെന്ന് ചോദിക്കുന്നത്. അത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 4 P's ഓഫ് മാർക്കറ്റിംഗ് 4 P ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്ലേസ് ഉണ്ട്, അതുപോലെ പ്രൈസ് ഉണ്ട്, പ്രൊമോഷൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഉണ്ട് അല്ലേ. വാട്ട് ആർ ദ 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെയാണ് എഴുതേണ്ടത്? പ്രൊഡക്റ്റ്, പ്ലേസ്, പ്രൈസ് ആൻഡ് പ്രൊമോഷൻ. ആ ഒരു 4 ഓപ്ഷൻ ആണ് വാട്ട് ആർ ദ 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? അരുൺ ഡിസൈഡഡ് ടു സെൽ ഹിസ് ഓൾഡ് ബുക്ക് ടു ഹിസ് ഫ്രണ്ട് ബ്രദർ രാകേഷ്. ദിസ് ഈസ് എ ഡാഷ് ഇൻ ട്രാൻസാക്ഷൻ. അരുൺ എന്താണ് ചെയ്യുന്നത്? അരുണിന്റെ പഴയ പുസ്തകങ്ങള് അരുണിന്റെ സുഹൃത്തായിട്ടുള്ള രാകേഷിന്റെ ബ്രദറിനാണ് കൊടുക്കുന്നത് അല്ലെ. അത് എന്ത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കിയാൽ അത് എന്ത് കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻ ആണെന്ന്. മക്കളെ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അരുൺ ഡിസൈഡഡ് ടു
സെൽ ഹിസ് ഓൾഡ് ബുക്ക് ടു ഹിസ് ഫ്രണ്ട്സ് ബ്രദർ. രാകേഷിന്റെ ബ്രദർ അല്ല, ഫ്രണ്ടിന്റെ ബ്രദർ ആയിട്ടുള്ള അരുണിന്റെ ഫ്രണ്ടിന്റെ ബ്രദർ ആയിട്ടുള്ള രാകേഷിനാണ് ആ ഒരു ബുക്ക് വിൽക്കുന്നത്. അത് എന്ത് കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എന്തൊക്കെയുണ്ട്? B2B ഉണ്ട്, B2C ഉണ്ട്, ഇൻട്രാബി ഉണ്ട്, C2C ഉണ്ട്. അപ്പൊ ഇവിടെ ആൻസർ വന്നിട്ടുള്ളത് എന്താണ്? C2C അഥവാ കസ്റ്റമർ ടു കസ്റ്റമർ ട്രാൻസാക്ഷൻ ആണ് അല്ലെ. അപ്പൊ കസ്റ്റമർ ടു കസ്റ്റമർ നമുക്കറിയാം, ഒരു കസ്റ്റമർ മറ്റൊരു കസ്റ്റമർക്ക് ആ ഒരു ഗുഡ്സ് വിൽക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് കസ്റ്റമർ ടു കസ്റ്റമർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു C2Cക്ക് എക്സാമ്പിൾ ആണ് നമ്മൾ OLX ഒക്കെ കേട്ടോ. OLXന്റെ ഒക്കെ നമ്മൾ പണ്ട് മുതൽ ട്രോളൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ OLX എന്ത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്? കസ്റ്റമർ ടു കസ്റ്റമർ ട്രാൻസാക്ഷൻ ആണ്. ഒരു കസ്റ്റമർ മറ്റൊരു കസ്റ്റമർ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യാണ്? ഇവിടെ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ C2C നമ്മൾ പഠിച്ചു. ഇനി എന്താണ് B2C, എന്താണ് B2B, എന്താണ് ഇൻട്രാ ബി എന്ന് നോക്കാം. B2B എന്താണ്? ഇവിടെ ബിസിനസ്സുകൾ തമ്മിലാണ് എന്ത് കൊടുക്കുന്നത്? ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസ് ആണെങ്കിലും വേറെ എന്ത് കാര്യങ്ങളാണെങ്കിലും ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ ബിസിനസ്സും കസ്റ്റമറും തമ്മിൽ നേരിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് എവിടെ നടക്കുന്നത്? B2Cയിൽ നടക്കുന്നത് അല്ലെ. ബിസിനസ് ടു കസ്റ്റമർ. ഒരു ഫ്ലിപ്കാർട്ട് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? B2Cക്ക് ഒരു എക്സാമ്പിൾ ആണ്. അവിടെ there is no intermediaries in between the business and customer. അവിടെ ആരില്ല, ഇന്റർമീഡിയറീസ് ഇല്ല. ആര് തമ്മിൽ? ബിസിനസിന്റെയും കസ്റ്റമറിന്റെയും ഇടയ്ക്ക് ഒരു ഇന്റർമീഡിയറീസ് ഇല്ല. ബിസിനസ് ടു കസ്റ്റമർ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ട്രേഡ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ. ഇനി ഇൻട്രാബിയിലോട്ട് വരുമ്പോൾ വാട്ട് ഈസ് ഇൻട്രാബി കൊമേഴ്സ്? എന്താണ് ഇൻട്രാബി എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ വിത്തിൻ ദ ഓർഗനൈസേഷന്റെ ഉള്ളിൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നതിനെയാണ് ഇൻട്രാബി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും, ആ ഓർഗനൈസേഷനിൽ വിവിധ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ നടക്കുന്ന ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രാബി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ B2B പഠിച്ചു, B2C പഠിച്ചു, ഇൻട്രാബി പഠിച്ചു, C2C എന്ന് പഠിച്ചു. അപ്പൊ 4 ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? The manager must be aware of the source of recruitment from where the suitable candidate can be hired. Mention and explain source of recruitment. ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ അത് വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്? എക്സ്പ്ലെയിൻ ദ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിന്റെ സോഴ്സസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ. നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സ്ഥാപനത്തിലോട്ട് എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സോഴ്സസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മക്കളെ ഇന്റേണൽ സോഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സും ഉണ്ട് അല്ലെ. ദ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഫ്രം വേർ ദ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ക്യാൻ ബി ഹയർ. നമ്മുടെ ഓർഗനൈസേഷനിലായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ ഹയർ ചെയ്യുന്നതിനാണ്, ഉദ്യോഗാർത്ഥികളെ ഹയർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ റിക്രൂട്ട്മെന്റിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ആൻഡ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ്. Recruitment can be classified into 2: internal recruitment and external recruitment. അപ്പൊ എന്താണ് ഇന്റേണൽ റിക്രൂട്ട്മെന്റ്, എന്തൊക്കെയാണ് ഇന്റേണൽ റിക്രൂട്ട്മെന്റ് വരുന്നത്, എന്തൊക്കെയാണ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റിൽ വരുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മേ ബി ഇതൊക്കെ വൺ വേർഡ് ആയിട്ടും ചോദിക്കാം. ഇന്റേണൽ റിക്രൂട്ട്മെന്റ് എന്താണ്, എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് എന്താണെന്നൊക്കെ എന്തെങ്കിലും ചോദിക്കാം, വൺ വേർഡ് ആയിട്ടും ചോദിക്കാം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത് വഴി ഒരുപാട് നിങ്ങൾക്ക് പോയിന്റ്സ് നിങ്ങൾക്ക് വേറെ രീതിക്കും ചോദിക്കാം കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് വേണം ഈ ഒരു ക്ലാസ് കാണാൻ. അപ്പോൾ വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്? ദാറ്റ് ഈസ് ഇന്റേണൽ സോഴ്സ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ്. അപ്പൊ ഇന്റേണൽ സോഴ്സിലോട്ട് വരാം. ഇൻ any business, existing employees expect that they will have a chance of promotion and will consider for higher position before outsiders are considered. നമുക്കറിയാലോ, നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും പ്രൊമോഷൻ കിട്ടാൻ, സാലറി ഹൈക്ക് കിട്ടാൻ. അപ്പൊ എല്ലാ ആൾക്കാരുടെയും മനസ്സിലുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോ നല്ല രീതിക്ക് പോകുന്ന ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്, നമുക്കൊന്ന് പ്രൊമോഷൻ കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു സാലറി ഹൈക്ക് കിട്ടിയിരുന്നെങ്കിൽ. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്കുള്ള ഒരു സ്കോപ്പാണ് എന്ത് പറയുന്നത്? ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. ദ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഇൻക്ലൂഡ് ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. ഈ ഒരു ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിൽ വരുന്നതാണ് ട്രാൻസ്ഫറും പ്രൊമോഷൻ എന്ന് പറയുന്ന 2 ടേം. ട്രാൻസ്ഫറും പ്രൊമോഷനും എവിടെ വരുന്നുണ്ട്? നമ്മുടെ ഇന്റേണൽ സോഴ്സിൽ വരുന്നുണ്ട്. അപ്പൊ എന്താണ് ട്രാൻസ്ഫർ, എന്താണ് പ്രൊമോഷൻ എന്ന് നമുക്ക് നോക്കിയാലോ. ട്രാൻസ്ഫർ മീൻസ് ഷിഫ്റ്റിംഗ് an employee from one job to another without changing the responsibility and salary. എന്താണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്? മറ്റേ ആൾക്ക് ട്രാൻസ്ഫർ കിട്ടി, അരുണിന് ട്രാൻസ്ഫർ കിട്ടി, വിജയ്ക്ക് ട്രാൻസ്ഫർ കിട്ടി എന്നൊക്കെ നമ്മൾ പറയുന്ന കേൾക്കലുണ്ട് അല്ലേ. അപ്പൊ എന്താണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്?
ഒരാളെന്നെ ഒരു വ്യക്തിനെ അയാളുടെ സാലറിയിലോ പൊസിഷനിലോ ജോബ് പൊസിഷനിലോ സാലറിയിലോ മാറ്റമില്ലാതെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, വിത്തൗട്ട് ചേഞ്ചിങ് ദ ജോബ് പൊസിഷൻ ആൻഡ് സാലറി. ഇവിടെ എന്ത് മാറില്ല, സാലറിയും അയാളുടെ ജോബ് പൊസിഷനും എന്തിന്റെ കേസിൽ മാറില്ല, ട്രാൻസ്ഫറിന്റെ കേസിൽ മാറില്ല. നമുക്കറിയാം ട്രാൻസ്ഫർ എന്ന് പറയുന്ന വേർഡ് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു വേർഡാണ്. ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഒരാളുടെ സാലറിയോ അയാളുടെ ജോബ് പൊസിഷനോ മാറ്റാതെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫർ ഈസ് വൺ ഓഫ് ദ കോമ്പണന്റ് ഓഫ് ഇന്റേണൽ സോഴ്സ്. പ്രമോഷൻ എന്താ, ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒന്നാണ് പ്രമോഷൻ കിട്ടുക എന്നുള്ളത് അല്ലെ. അപ്പൊ പ്രമോഷൻ ഇൻവോൾവ് ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫറിങ് എംപ്ലോയീസ് ടു ഹയർ ജോബ്. ആ ഒരു എംപ്ലോയീനെ ഹയർ ജോബിലോട്ട് മാറ്റുന്നതാണ് എന്ത് പറയുന്നത്, പ്രമോഷൻ എന്ന് പറയുന്നത്. പ്രമോഷൻ കിട്ടുമ്പോൾ സാലറി ഹൈക്കും പൊസിഷൻ ഹൈക്കും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രമോഷനിലും ട്രാൻസ്ഫറിലും വരുന്നത്. അപ്പൊ റിക്രൂട്ട്മെന്റ് സോഴ്സ് രണ്ടെണ്ണം ഉണ്ട്, ഇന്റേണൽ സോഴ്സ്, എക്സ്റ്റേണൽ സോഴ്സ്. ഇന്റേണൽ സോഴ്സ് again classified into transfer and നമ്മുടെ പ്രൊമോഷൻ. ഇനി നമുക്ക് എക്സ്റ്റേണൽ സോഴ്സിലോട്ട് പോകാം. എന്താണ് എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്? ഓൾ വാക്കൻസീസ് കനോട്ട് ബി ഫിൽഡ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. എല്ലാ വാക്കൻസി നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്ന എല്ലാ വാക്കൻസീസും നമുക്ക് അവിടെ നിന്നുള്ള ഓൾറെഡി ഉള്ള ആൾക്കാരെ ട്രാൻസ്ഫറും പ്രൊമോഷനും ഒന്നും കൊടുത്തിട്ട് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം എടുത്ത് നോക്കി, അവിടെ പുതിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്ഥാപിച്ചു. അപ്പോൾ ഓൾറെഡി ഉള്ള എംപ്ലോയീസിന് അതിൽ വർക്ക് ചെയ്യാൻ വേണ്ട സ്കില്ലോ നോളജോ ക്വാളിഫിക്കേഷനോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പുറത്തുനിന്നുള്ള ആൾക്കാരെ ഹയർ ചെയ്യും അല്ലേ. അപ്പൊ എങ്ങനെയാണ്, ഔട്ട്സൈഡുള്ള ആൾക്കാരെ മാനേജേഴ്സ് ഹയർ ചെയ്യും. അപ്പൊ അതെന്താണ്, എങ്ങനെയൊക്കെ കൊടുക്കാം? എക്സ്റ്റേണൽ സോഴ്സ്, മീഡിയ അഡ്വർടൈസ്മെന്റ്. You must have seen advertisement in newspapers about vacancies. നമ്മൾ എങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് വേക്കൻസീസ്. നമുക്കിപ്പോൾ ഒരു ന്യൂസ് പേപ്പർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പേജ് തന്നെ ഉണ്ട്, ആവശ്യമുണ്ട് ജോലിക്കാരെ ആവശ്യമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മീഡിയ അഡ്വർടൈസ്മെന്റ്, ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം അല്ലെ, ഒരുപാട് ഹയറിങ്, എംപ്ലോയി ഹയറിങ് അല്ലെങ്കിൽ ഹയറിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത്തരത്തിലുള്ള മീഡിയ അഡ്വർടൈസ്മെന്റ് വഴി നമുക്ക് എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാം. അതുപോലെ ഗവൺമെന്റ് എക്സ്ചേഞ്ച്, നമുക്കറിയാം എംപ്ലോയി എക്സ്ചേഞ്ച് അല്ലെ. നമുക്കറിയാം ഇപ്പോൾ ഓരോ ജില്ലയിലും ഓരോ എക്സ്ചേഞ്ചുകൾ ഉണ്ടായിരിക്കും, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി നമുക്ക് താൽക്കാലികമായിട്ട് ആൾക്കാരെ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആൾക്കാരെ നിയമിക്കാൻ വേണ്ടിയിട്ട് ഹയർ ചെയ്യാം. അപ്പൊ അത്തരത്തിലുള്ള നമ്മളെ റിക്രൂട്ട്മെന്റ് സോഴ്സ് ആണ് മിസ് ഇന്നിപ്പോ ഈ ഒരു യൂണിറ്റ് ക്വസ്റ്റ്യൻ 5 ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു തരാം. എംപ്ലോയീസിനെ നമുക്ക് രണ്ട് തരത്തിൽ ഹയർ ചെയ്യാം. ഇന്റേണൽ സോഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സ് ഉണ്ട്. ഇന്റേണൽ സോഴ്സ് എത്ര തരത്തിലുണ്ട്? പ്രൊമോഷൻ, ട്രാൻസ്ഫർ. എക്സ്റ്റേണൽ സോഴ്സ് മീഡിയ അഡ്വർടൈസ്മെന്റ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ ട്ടോ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് മക്കൾ. ഇതിൽ PDF നമുക്ക് അവൈലബിൾ ആണ്. സോ അതിൽ ക്വസ്റ്റ്യൻ മലയാളത്തിലും ഉണ്ടായിരിക്കും. അപ്പൊ 6ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ. 10 ക്വസ്റ്റ്യൻ ആണ്, അതിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിച്ച് മീഡിയ ഓർ മീഡിയം ഓഫ് അഡ്വർടൈസിംഗ് വിൽ ബി മോസ്റ്റ് സ്യൂട്ടബിൾ ഇൻ ദ ഫോളോവിങ് കേസസ്? ഒരു 6 കേസുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്താണ് പറയുന്നത്, അഡ്വർടൈസിങ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു 6 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എന്താ അറിയണം, മീഡിയ ഓഫ് അഡ്വർടൈസിങ്, ഏതൊക്കെ തരത്തിൽ മീഡിയ ഓഫ് അഡ്വർടൈസിങ് ഉണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം അല്ലെ. അപ്പോൾ അഡ്വർടൈസിങ് നമ്മൾ ഏതൊക്കെ തരത്തിലാണ്? TV-യിൽ അഡ്വർടൈസിങ് കൊടുത്ത് കണ്ടിട്ടുണ്ട് അല്ലെ, ടെലിവിഷൻ അഡ്വർടൈസിങ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ആ ഒരു അഡ്വർടൈസിങ് ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് അവിടെ പോവാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ അഡ്വർടൈസിങ് പലതരത്തിലുള്ള അഡ്വർടൈസിംഗ് ഉണ്ട്. അപ്പോൾ ഒന്ന് ടെലിവിഷൻ അഡ്വർടൈസിംഗ് ആണ്. അതുപോലെ മാഗസിൻ ആൻഡ് ജേണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് അഡ്വർടൈസിംഗ് ഉണ്ട്. അതായത് മാഗസിനുകളിലോ ജേണൽസിലൊക്കെ നമ്മൾ അഡ്വർടൈസിംഗ് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കാര്യമാണ് നമ്മുടെ മാഗസിൻ ആൻഡ് ജേണൽ. അതുപോലെ ഔട്ട്ഡോർ അഡ്വർടൈസിംഗ് ഉണ്ട്. അതുപോലെ ഫിലിം അല്ലെങ്കിൽ ടെലിവിഷനിലൂടെ നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. ന്യൂസ് പേപ്പർ വഴി അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. റേഡിയോസ് വഴി അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു 6 അഡ്വർടൈസിംഗ് നമുക്കറിയാം. ടെലിവിഷൻ ഉണ്ട്, മാഗസിൻ ഉണ്ട്, ഔട്ട്ഡോർ ഉണ്ട്, ഫിലിം ഉണ്ട്, ന്യൂസ് പേപ്പർ ഉണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണെന്ന് നിങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ നമുക്കറിയാം അല്ലെ, ഫോർ അഡ്വർടൈസിംഗ് പ്രൊഡക്റ്റ് ഓഫ് മാസ് കൺസംഷൻ ഓഫ് ഓൾ സ്ട്രാറ്റ ഓഫ് സൊസൈറ്റി. എന്താണ്? സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുമുള്ള ബഹുജന ഉപഭോഗ ഉൽപ്പന്നങ്ങളുടെ പരസ്യത്തിന് സമൂഹത്തിലെ എല്ലാവർക്കും ആ ഒരു എന്താ പറയാ ഒരു ന്യൂസ്, ആ ഒരു പരസ്യം ലഭിക്കണമെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് അഡ്വർടൈസിംഗ് ആയിരിക്കും?
ടെലിവിഷൻ അഡ്വർടൈസിങ് ആയിരിക്കും. വിത്തൗട്ട് ഈ ടെലിവിഷൻ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള അധികം വായിക്കാനൊന്നും അറിയാത്ത ആൾക്കാർക്കൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസിങ് ആണ് എന്ത് പറഞ്ഞത് ടെലിവിഷൻ അഡ്വർടൈസിങ്. നമ്മൾ കാണുവാണല്ലോ, നമ്മൾ കേൾക്കുകയാണല്ലോ ചെയ്യുന്നത്, വായിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത്തരത്തിലുള്ള ടെലിവിഷൻ അഡ്വർടൈസിങ് എന്ന് പറയുന്നത് എന്താണ്, സമൂഹത്തിലെ എല്ലാ തലത്തിലുള്ള ആൾക്കാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള അഡ്വർടൈസിങ് ആണ് നമ്മുടെ ടെലിവിഷൻ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. അതുപോലെ അടുത്തത് എന്താ, തിരഞ്ഞെടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് വായനക്കാരിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിലേക്കോ എത്തിച്ചേരാൻ പറ്റുന്ന അഡ്വർടൈസ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അതുപോലെ തന്നെ ഒരു പ്രത്യേക വിഭാഗക്കാർക്കൊക്കെ എത്തുന്ന ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്, മാഗസിൻ ഓർ ജേണൽ ആണ് അല്ലെ. എല്ലാവരും മാഗസിൻ വായിക്കുന്ന ആൾക്കാരാണോ? അല്ല. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വായന എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചാണ് നമ്മൾ പരസ്യം നൽകുന്നതെങ്കിൽ ഏറ്റവും അടിപൊളി മീഡിയം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു മാഗസിൻ ജേണലിൽ കൊടുക്കുകയായിരിക്കും. അത് അത്രയും നമുക്ക് അത്യാവശ്യം ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ മാഗസിൻ വായിക്കാറുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരാണ് മാഗസിൻ ജേണലുകളും വായിക്കുക. അപ്പൊ അങ്ങനത്തെ വിഭാഗക്കാർ, അത്തരം ഗ്രൂപ്പുകളെയാണ് നമ്മൾ ഈ ഒരു അഡ്വർടൈസ്മെന്റ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഏതില് പരസ്യം കൊടുക്കുകയാണ്, ജേണലിലും മാഗസിനിലും കൊടുക്കുകയാണ്. അപ്പൊ അതാണ് ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലേക്ക് നമ്മൾ പരസ്യങ്ങൾ എത്തിക്കുന്നത് ഏത് വഴിയാണ്, മീഡിയ ഓർ മാഗസിൻ ഓർ ജേണലുകൾ വഴിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ട്രാഫിക് ലൈറ്റുകൾ അതുപോലെ ഗതാഗത കുരുക്കുകളിലോ ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴോ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റിയ അഡ്വർടൈസ്മെന്റ് ഏതാണ്? ആൾക്കാർ ഒരു യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ TV കാണുന്ന ആൾക്കാരുണ്ട്, ട്രാഫിക്കിൽ കുടുങ്ങുന്ന ആൾക്കാരുണ്ട്, അതുപോലെ ട്രെയിൻ യാത്ര പോകുന്ന ആൾക്കാരുണ്ട്, KSRTC പോകുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള യാത്രക്കാരിലേക്ക് നമ്മൾ പരസ്യങ്ങൾ എത്തിക്കുന്നതിനാണ് ഔട്ട്ഡോർ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഏതാണ്, നമ്മുടെ ഔട്ട്ഡോർ അഡ്വർടൈസിങ്. നമുക്കറിയാലോ, ഇപ്പൊ കോഴിക്കോട് എടുക്കുക, കോഴിക്കോട് ഒരു സിഗ്നൽ, പുതിയ ബസ് സ്റ്റാൻഡിന്റെ അവിടുത്തെ സിഗ്നലിൽ ഒരുപാട് പരസ്യങ്ങളുണ്ട് അല്ലെ, ഒരുപാട് പരസ്യങ്ങളില്ലേ. ആ ഒരു CDന്റെ മേലെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പരസ്യങ്ങൾ നമുക്ക് കാണാം. അതെന്താണ്, ഔട്ട്ഡോർ അഡ്വർടൈസിങ് ആണ്. അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഏതൊരു ഷോപ്പിന്റെ അഡ്വർടൈസിങ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. ഇമ്മാനുവൽ സിൽക്സ് അല്ലെ, മറ്റേ ഇമ്മാനുവൽ സിൽക്സിന്റെ ഒരു പാട്ടുണ്ടല്ലോ, അത് എപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ നാട്ടിൽ പോകുമ്പോൾ കേൾക്കുന്ന ഒരു പാട്ടാണ് ഇമ്മാനുവൽ സിൽക്സ് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്, ഔട്ട്ഡോർ അഡ്വർടൈസിങ് ആണ്. അതുപോലെ ട്രെയിനിന്റെ സൈഡിലൊക്കെ ബിഗ് ബോസിന്റെ പരസ്യം, അതുപോലെ KSRTCയിൽ ബിഗ് ബോസിൽ ആര്യന്റെ പരസ്യം. അപ്പൊ അതൊക്കെ എന്താണ്, ഔട്ട്ഡോർ അഡ്വർടൈസ്മെന്റ് ആണ് അല്ലെ. ഒരുപാട് സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ നമ്മൾ എവിടെ കാണാറുണ്ട്, KSRTC ബസ്സിന്റെ ആണെങ്കിലും, ബാക്കിയുള്ള ബസ്സിന്റെ കാണാൻ ചാൻസ് ഇല്ല, KSRTC ബസ്സിന്റെ ബാക്കില്. അതുപോലെ തന്നെ ഓരോ ബസ് സ്റ്റാൻഡുകളിലെ പരസ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ. അപ്പൊ അത്തരത്തിലുള്ള പരസ്യങ്ങൾ എന്താണ് പറയുന്നത്, ഔട്ട്ഡോർ അഡ്വർടൈസിങ് എന്നാണ് കേട്ടോ. ദെൻ നിരക്ഷരരായ ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്ന ദൃശ്യമാധ്യമം ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റും. നിരക്ഷരരായ ആൾക്കാർ, ഇല്ലിറ്ററേറ്റ് ആയ ആൾക്കാരിലോട്ട് പരസ്യങ്ങൾ വേഗം എത്തിക്കാനുള്ള ഒരു മീഡിയമാണ് ഫിലിം അല്ലെങ്കിൽ ടെലിവിഷൻ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. സിനിമയിലൂടെ പരസ്യം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ TV-യിലൂടെ പരസ്യം ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊക്കെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ പരസ്യം ചെയ്യുന്നതെങ്കിൽ എന്താണ് നല്ലത്, ടെലിവിഷൻ അല്ലെങ്കിൽ സിനിമയാണ്. ക്ലിയർ? അതുപോലെ തന്നെ രാജ്യത്തെ സാക്ഷരരായ ജനസംഖ്യയുടെ വിശാലമായ ശ്രേണിയിലേക്ക് എത്തിച്ചേരൽ എന്താണ്, ടു റീച്ച് വൈഡ് റേഞ്ച് ഓഫ് ലിറ്ററേറ്റ് പോപ്പുലേഷൻ. ഞാൻ പറഞ്ഞു, വായനക്കാരിലോട്ടാണ് നിങ്ങൾക്ക് ആ പരസ്യം എത്തിക്കണമെങ്കിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീഡിയം, ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മീഡിയ ഓഫ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത് എന്താണ്, ന്യൂസ് പേപ്പേഴ്സ് ആയിരിക്കും. ക്ലിയർ? ന്യൂസ് പേപ്പറിൽ കൊടുക്കുക ഏറ്റവും നല്ലത്. കാരണം വായനക്കാരുടെ ഒരു രോഗം തന്നെ ഇവിടെ ഉണ്ട്. നമ്മുടെ പത്രമാധ്യമങ്ങള് സ്ഥിരം പ്രേക്ഷകരായിട്ടുണ്ട്. അപ്പോൾ ന്യൂസ് പേപ്പർ ആവും നല്ലത്. ഇനി എന്താണ്, അഡ്വർടൈസിങ് പീപ്പിൾ റൂറൽ സെമി അർബൺ ഏരിയാസിലോട്ടൊക്കെയാണ് നിങ്ങൾക്ക് ആ ഒരു പരസ്യം എത്തിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്, റേഡിയോ ആണ്. കുറെ രാവിലെ റേഡിയോ വെച്ചിട്ട് ആകാശവാണി ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ന്യൂസുകളാണെങ്കിലും കേൾക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരിലോട്ടാണ് നിങ്ങൾക്ക് ആ പരസ്യം എത്തിക്കണമെങ്കിൽ ഏറ്റവും നല്ലൊരു മാധ്യമം എന്ന് പറയുന്നത് എന്താണ്, റേഡിയോ ആണ്. ക്ലിയർ?
ഇനി നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 7ാമത്തതിലോട്ട് പോവാം. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീഡിയ ഓഫ് അഡ്വർടൈസിങ് ഏതാണെന്ന്. ന്യൂസ് പേപ്പേഴ്സ് പറഞ്ഞു, ടെലിവിഷൻ പറഞ്ഞു, റേഡിയോ പറഞ്ഞു, മാഗസിൻ ജേർണൽ പറഞ്ഞു, ഫിലിം പറഞ്ഞു, ഔട്ട്ഡോർ അഡ്വർടൈസിങ് പറഞ്ഞു. അപ്പൊ ഏകദേശം അഡ്വർടൈസിങ്ങിന്റെ മീഡിയ ഓഫ് അഡ്വർടൈസിങ് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് മനസ്സിലായി ഞാൻ വിചാരിക്കണം. ഓക്കെ, നമുക്കിനി 7ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലെ. 7ാമത്തെ ക്വസ്റ്റ്യൻ ഇത് ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഏത് ടെലിവിഷൻ, അതുപോലെ തന്നെ മാഗസിൻ, അതുപോലെ ഔട്ട്ഡോർ അഡ്വർടൈസിങ്, ഫിലിം, ന്യൂസ് പേപ്പേഴ്സ്, റേഡിയോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ എഴുതിയിട്ടുള്ളത്. എന്താണ് മാസ്സായിട്ടുള്ള ആൾക്കാരിലോട്ട് എത്തണമെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ സെലക്റ്റീവ് ഗ്രൂപ്പുകളിലോട്ട് നമുക്ക് മാഗസിൻ യൂസ് ചെയ്യാം. അതുപോലെ ട്രാഫിക് ലൈറ്റിൽ, നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആണെങ്കിൽ ഔട്ട്ഡോർ അഡ്വർടൈസിങ്. അതുപോലെ തന്നെ എന്താണ് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഫിലിം ഓർ ടെലിവിഷൻ. അതുപോലെ വൈഡ് റേഞ്ച് ഓഫ് ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ്, റൂറൽ സെമി അർബൻ ആണെങ്കിൽ റേഡിയോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആ ഒരു 6ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 7 ക്വസ്റ്റ്യൻ 7 എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ടൈപ്പും എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വരുന്നത് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അല്ലെ. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്താലോ. മക്കളെ, നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഡീറ്റെയിൽ ആയി പറഞ്ഞു, അഗൈൻ മിസ് ഒന്നുകൂടെ പറഞ്ഞേ ഉള്ളൂ. ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്റെ നീഡ്സ്, നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കും അല്ലെ. ലോങ് ടേം ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഉണ്ടാവും, ഷോർട്ട് ടേം ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിൽ ലോങ് ടേം ക്യാപിറ്റൽ റിക്വയർമെന്റ് മോർ ദാൻ 1 ഇയറിലുള്ള സെക്യൂരിറ്റീസ് ആണ് എവിടെ ട്രേഡ് ചെയ്യുന്നത്? നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ലെസ് ദാൻ 1 ഇയർ വരെയുള്ള നമുക്ക് സെക്യൂരിറ്റീസ് ആണ് എവിടെ ട്രേഡ് ചെയ്യുന്നത്? നമ്മുടെ മണി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ഷോർട്ട് ടേം ക്യാപിറ്റൽ റിക്വയർമെന്റിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മാർക്കറ്റ് ഇതാണ്, മണി മാർക്കറ്റ് ആണ്. ലോങ് ടേം ക്യാപിറ്റൽ റിക്വയർമെന്റിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മാർക്കറ്റ് ഇതാണ്, ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് ആയാലും മണി മാർക്കറ്റ് ആയാലും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും. മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം സെക്യൂരിറ്റീസിന്റെ, ഷോർട്ട് ടേം ക്യാപിറ്റൽ നീഡ്സിന് ബിലോ 1 ഇയർ വരെയുള്ള സെക്യൂരിറ്റീസ് ആണ് എവിടെ ട്രേഡ് ചെയ്യുന്നത്? നമ്മുടെ മണി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. മോർ ദാൻ 1 ഇയർ വരെയുള്ള സെക്യൂരിറ്റീസ് ആണ് എവിടെ ട്രേഡ് ചെയ്യുന്നത്? നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലാണ് 2 ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ഇനി വിത്തൗട്ട് എനി ഡിലേ നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോരാം. വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്? ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ്? ഇറ്റ് ഹെൽപ് ടു എസ്റ്റിമേറ്റ് ആക്യുറേറ്റ് റിക്വയർമെന്റ് ഓഫ് ഫണ്ട്സ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഫണ്ടുകളുടെ, ബിസിനസ് സ്ഥാപനത്തിലെ ഫണ്ടുകളുടെ ആവശ്യകത കൃത്യമായിട്ട് കണക്കാക്കാൻ ഫിനാൻഷ്യൽ പ്ലാനിങ് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്? ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ആവശ്യകത, സാമ്പത്തിക ആസൂത്രണത്തിന്റെ പ്രാധാന്യം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ പറയുന്നത് ഇറ്റ് ഹെൽപ്സ് എസ്റ്റിമേറ്റ് അക്യുറേറ്റ് റിക്വയർമെന്റ് ഓഫ് ഫണ്ടിന്റെ ആവശ്യകത, ഫണ്ടുകളുടെ കൃത്യമായ ആവശ്യകത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കണക്കാക്കാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 2ാമത്തെ എന്താ? ഇറ്റ് ഫെസിലിറ്റേറ്റ് ഇൻ ഡെവലപ്പിംഗ് സൗണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ വിച്ച് ഗീവ് മാക്സിമം റിട്ടേൺ ടു ഷെയർ ഹോൾഡേഴ്സ്. എന്താണ്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്, ഓഹരി ഉടമകൾക്ക് പരമാവധി വരുമാനം നൽകുന്ന, മാക്സിമം റിട്ടേൺ നൽകുന്ന ഒരു ക്യാപിറ്റൽ, മികച്ചിട്ടുള്ള ഒരു മൂലധന സംഘടന വിശദീകരിക്കുന്നതിനെ സഹായിക്കുന്നു. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ക്യാപിറ്റൽ പ്ലാനിങ് സ്ട്രക്ചർ, നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ കൊടുക്കാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്പ് ടു പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ്. ഫണ്ടുകളുടെ പ്രോപ്പർ ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ എന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്? എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫണ്ടുകൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെയാണ് അല്ലെ. ഇറ്റ് ട്രൈ ടു അവോയ്ഡ് ഷോർട്ടേജ് ഓഫ് ഫണ്ട് ആൻഡ് സർപ്ലസ് ഓഫ് ഫണ്ട്. ഇവിടെ എന്ത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെയാണ് കൂടുതലായിട്ട് വരുന്നത് അല്ലെ. ഒരു ഫണ്ട് കൂടുതലാണെങ്കിലും, അതായത് സർപ്ലസ് ആണെങ്കിലും ഡെഫിസിറ്റ് ആണെങ്കിലും അല്ലെ, നമ്മുടെ ഫണ്ടുകൾ ഫണ്ടിന്റെ ഷോർട്ടേജ് ആണെങ്കിലും ഫണ്ടിന്റെ എക്സസ് ആണെങ്കിലും അത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഫിനാൻഷ്യൽ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫണ്ട് കുറവുള്ള കാര്യമാണെങ്കിലും ഫണ്ട് കൂടുതലാണെങ്കിലും അത്തരത്തിലുള്ള ഷോർട്ടേജുകൾ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇറ്റ് പ്രൊവൈഡ് പോളിസി ആൻഡ് പ്രൊസീജിയർ
പ്രൊസീജിയർ ഫോർ കോർഡിനേറ്റിംഗ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻ എന്റർപ്രൈസസ്. എന്താണ് നമ്മുടെ ഓർഗനൈസേഷൻ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. അത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ കോർഡിനേഷൻ, ഡിപ്പാർട്ട്മെന്റുകളിലെ ഫിനാൻഷ്യൽ കോർഡിനേഷൻസിനൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ആക്ട് ആസ് എ ബേസ് ഓഫ് കൺട്രോൾ ഓഫ് ദ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഈ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് മൂലം നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിലെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിന് ഒരു കൺട്രോൾ ചെയ്തു പോവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനെ ബാക്കിയുള്ള ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്തു പോകാൻ ഹെൽപ്പ് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു. Then it help to face unforeseen financial situations in business. നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവുന്ന അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള സാഹചര്യങ്ങളെ നേരിടാൻ നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഏതൊക്കെ ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ബിസിനസിന്റെ ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന ഷോർട്ടേജുകളാണെങ്കിലും, ഫിനാൻസിന്റെ ഷോർട്ടേജ് ആണെങ്കിലും, ഫിനാൻസിന്റെ എക്സസ് ആണ്, സർപ്ലസ് ആണെങ്കിലും അത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പിന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ തമ്മിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ കോർഡിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ വരുമ്പോൾ അത് എന്താ പറയുക അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഫിനാൻഷ്യൽ പ്ലാനിങ് മലയാളം എന്താണ്? സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിന് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞത്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്? സാമ്പത്തിക ആസൂത്രണത്തിന്റെ പ്രാധാന്യം എന്താണ് ാണ് 8ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി വെരി ഇമ്പോർട്ടന്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷന്റെ ഫോംസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് ഒരു 5 ഫോം ഉണ്ട്. പക്ഷെ എക്സാമിന് ഏതെങ്കിലും ഒന്നാവും ചിലപ്പോൾ ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ 5 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ മേ ബി 2 3 എണ്ണം ചോദിച്ചാൽ അതിന് ആൻസർ എഴുതാൻ പറ്റണം. അതിനാണ് മിസ് ഈ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സ്പ്ലെയിൻ ദ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. എത്ര ഫോംസ് ഉണ്ട്? വാട്ട് ആർ ദ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ഹിന്ദു ജോയിന്റ് ഫാമിലി, HUF, കോർപ്പറേറ്റീവ് സൊസൈറ്റി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഇത്തരത്തില് 5 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് നമുക്കുള്ളത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഉണ്ട്, കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ഉണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്താലോ? ക്ലിയർ? അപ്പോ ഓക്കെ, ആദ്യത്തെയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത് അല്ലെ. എന്താണ് മക്കളെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്? എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്? എ ബിസിനസ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ 1 person. ആ ഒരു ബിസിനസ് സ്ഥാപനം എന്താ പറയാ, ബിസിനസ് സ്ഥാപനത്തിന്റെ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് ആർക്കായിരിക്കും? ഒറ്റ വ്യക്തിയിൽ അധിഷ്ഠിതമായിരിക്കും. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഒറ്റയ്ക്കാണ്, സിംഗിളടാ അല്ലെ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്നുള്ള ഡയലോഗാണ് എവിടെ ഉണ്ടാവുക? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിരിക്കും. അവിടെ റിസ്ക് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഒറ്റയ്ക്കാണല്ലോ, റിസ്ക് കൂടുതലാണ്. അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അത്ര വേണ്ടി വരില്ല. ചെറിയൊരു ഷോപ്പ് തുടങ്ങാനൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ അത്തരത്തിൽ ആ ഒരു ബിസിനസ്സിലുള്ള ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് താരതമ്യേന കുറവാണ്. അപ്പൊ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒറ്റ വ്യക്തിയായിരിക്കും ഉടമസ്ഥാവകാശം. റിസ്ക് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ടായിരിക്കും. ഒരു സാധാരണയായിട്ട് ബാക്കിയുള്ള ബിസിനസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ മൂലധനം, ക്യാപിറ്റൽ എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ വരുന്നത്. ഈസി ടു ഫോം, പെട്ടെന്ന് ആ ഒരു സംരംഭം നമുക്ക് തുടങ്ങാൻ പറ്റും. കാരണം വേറെ ഇനി ലീഗൽ ഫോർമാലിറ്റീസിന്റെ അതിപ്രസരണം ഇല്ല. അപ്പൊ എന്താണ്? പെട്ടെന്ന് നമുക്ക് തുടങ്ങാൻ പറ്റിയ ഒരു ഈസി ഫോർമേഷൻ ആയിട്ടുള്ള, റിസ്ക് കൂടുതലുള്ള, അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കുറവായിട്ട് വരുന്ന ഒരു ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് നമ്മുടെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആദ്യത്തെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് എന്താണ്? പാർട്ട്ണർഷിപ്പാണ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? പാർട്ട്ണർഷിപ്പ് എന്ന് 2 അതിലധികമോ വ്യക്തികൾ ചേർന്നുകൊണ്ട് ഒരു പ്രത്യേകതരം ഒരു കോൺട്രാക്റ്റിന്റെ ബേസിൽ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഷെയർ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഒരു കരാറാണ്, കരാറിൽ ഏർപ്പെടുന്നതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? എ ബിസിനസ് ഓൺ 2 or more person എന്താ പറയുക, who agree to share profit
ആൻഡ് ലോസസ്. അങ്ങനെയാണ് പറയുക. ഒരു രണ്ടോ അതിലധികമോ വ്യക്തികൾ ചേർന്നിട്ട് പ്രോഫിറ്റും ലോസും ഒരുപോലെ ഷെയർ ചെയ്തു കൊള്ളാം, അവർ പറഞ്ഞ പ്രകാരം ഷെയർ ചെയ്തു കൊള്ളാം എന്നൊരു അഗ്രിമെന്റ് ഒപ്പിട്ടുകൊണ്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് പാർട്ട്ണർഷിപ്പ് ഫേമുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. മേ ബി നമ്മളതൊരു അംഗമായിരിക്കാം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി പാർട്ട്ണർഷിപ്പിലോട്ട് വരുമ്പോൾ ഇന്ത്യയിൽ മാക്സിമം എന്ന് പറയുന്നത് 50 പേരാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഉണ്ടാവുക. അത് ബാങ്കിങ് കമ്പനീസ് ആണെങ്കിൽ 10 പേര് വേണം, മാക്സിമം മിനിമം 2 പേരും. അപ്പൊ അത്തരത്തിലാണ് പാർട്ട്ണർഷിപ്പിലോട്ട് വരുമ്പോൾ. ഇനി പാർട്ട്ണർഷിപ്പിന്റെ കേസിലാണെങ്കിൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇതെന്തായിരിക്കണം? ഒരു എഗ്രിമെന്റ് പ്രകാരമായിരിക്കണം, ലീഗലി ആണ് മൂവ് ചെയ്യേണ്ടത്. ദെൻ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ലയബിലിറ്റീസ് അൺലിമിറ്റഡ് ആണ്, റിസ്ക് ഉണ്ടായിരിക്കും, ബിസിനസ് ആണ്. പ്രോഫിറ്റും അതുപോലെ തന്നെ ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ആ ഒരു എഗ്രിമെന്റിൽ പറഞ്ഞ പ്രകാരമായിരിക്കണം ഷെയർ നമ്മുടെ പാർട്ട്നേഴ്സിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പാർട്ട്ണർഷിപ്പിലോട്ട് വരുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ദെൻ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് അഥവാ HUF അല്ലെ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നും പറയും. ജോയിന്റ് ഹിന്ദു ഫാമിലിനെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നും പറയും. അപ്പോൾ മൂന്നാമത്തെയാണല്ലേ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നത്. എന്താണ് ഹിന്ദു? എ യുണീക് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ റൺ ബൈ എ മെമ്പേഴ്സ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. നമുക്കറിയാം ഹിന്ദു ലോ പ്രകാരമാണ് നമ്മുടെ HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അഥവാ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് റൺ ചെയ്യുന്നത്. ഹിന്ദു ഫാമിലി ലോ പ്രകാരമാണ്. ഓക്കെ, ഗവേൺഡ് ബൈ ഹിന്ദു ലോ പ്രകാരമാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന വ്യക്തിയാണ് കർത്ത എന്ന് പറയുന്നത്. കർത്ത എന്ന വ്യക്തി ആരാണ്? എൽഡർ മെമ്പർ ഓഫ് ദ ഫാമിലി. ആ ഒരു ഫാമിലിയിലെ ഏറ്റവും മുതിർന്ന അംഗമായ കർത്തയാണ് നമ്മുടെ ഈ ഒരു HUF അല്ലെങ്കിൽ ഹിന്ദു ഫാമിലി ബിസിനസ് റൺ ചെയ്യുന്നത്. അതിലെല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ആരാണ്? കർത്തയാണ്. അപ്പൊ ബാക്കിയുള്ള മെമ്പേഴ്സിന് നമ്മൾ എന്താ പറയാ? കോ പാർട്ട്നേഴ്സ് എന്നാ പറയാ. എന്താണ് കോ പാർട്ട്നേഴ്സ്? ബാക്കിയുള്ള വ്യക്തികളെ കോ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നു. ആ ഒരു ഫാമിലിയിലെ ഏറ്റവും മുതിർന്ന അംഗം, എൽഡസ്റ്റ് മെമ്പർ ആണ് കർത്ത. യങ്ങസ്റ്റ് അയാളെക്കാൾ പ്രായം കുറവുള്ള വ്യക്തികളെ നമ്മൾ കോ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കുന്നു. ആ 2 ടീമും കൂടെയാണ് നമ്മുടെ ഈ ഒരു ഹിന്ദു ഫാമിലി ബിസിനസ് റൺ ചെയ്യുക. ഇവിടെ തീരുമാനങ്ങൾ ആരാണ് എടുക്കുക? കർത്തയായിരിക്കും. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഈക്വലി ആ ഫാമിലിയിലുള്ള മെമ്പേഴ്സിന് ഷെയർ ചെയ്യുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എവിടെ വരുന്നത്? നമ്മുടെ ഹിന്ദു ഫാമിലി ബിസിനസ്സിൽ വരുന്നത്. ഇവിടെ അംഗത്വം, മെമ്പർഷിപ്പ് എങ്ങനെയാണ് ഉണ്ടാവുക? നമ്മുടെ ജനനം, ആ ഒരു ഫാമിലിയിൽ ജനിച്ച ആൾക്കാർക്കൊക്കെ ആ ഒരു ബിസിനസ്സിലുള്ള മെമ്പർഷിപ്പ് കിട്ടും. ഓക്കെ, അത്തരത്തിലാണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിലോട്ട് വരുമ്പോൾ. ദെൻ കോർപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ് കോർപ്പറേറ്റീവ് സൊസൈറ്റി? നമുക്കറിയാലോ, നമ്മൾ ഒരുപാട് കോർപ്പറേറ്റീവ് സൊസൈറ്റീസിൽ കാണുന്ന വ്യക്തികളാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കോർപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. മേ ബി നമ്മുടെ വീട്ടിലെ ആൾക്കാരൊക്കെ എല്ലാം എന്താ പറയാ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം. മേ ബി കാണുന്ന നിങ്ങൾ ജോയിൻ ചെയ്തത്. അപ്പൊ അത്തരത്തിലുള്ള കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് നമ്മുടെ ചുറ്റുമുണ്ടല്ലോ. അപ്പൊ എന്താണ് കോർപ്പറേറ്റീവ് സൊസൈറ്റി? എന്താണ്? 1912 കോർപ്പറേറ്റ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് നമ്മുടെ കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് നിലവിൽ വന്നിട്ടുള്ളത്. ഇവിടെ എന്താണ്? ഇതൊരു വോളണ്ടറി അസോസിയേഷൻ ആണ് അല്ലെ. കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക താല്പര്യത്തിന് പുറത്തല്ലേ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒത്തുചേരുന്നത് എവിടെയാണ്? ഒരു കോമൺ ഗ്രൂപ്പ് ഓഫ് ഒരു സ്പെസിഫൈഡ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് കൂടി എന്താ പറയാ തുടങ്ങിയിട്ടുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. മക്കളെ, ഞാൻ ഇവിടെ പറഞ്ഞു നമ്മൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ഒരു വോളണ്ടറി അസോസിയേഷൻ ആണ്. 1 person 1 vote എന്നാണ് അവിടെ പറയുന്നത്. അവിടെ മുദ്രാവാക്യമായിട്ട് വരുന്നത് അവിടെ എന്താണ്? ഒരു കോമൺ കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന്റെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കൂടിച്ചേരുന്നത്. എങ്ങനെയാണ് പറയാ? എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പീപ്പിൾ ഹു കം ടുഗെദർ ടു വർക്ക് ഫോർ എ കോമൺ ഗോൾ. ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒപ്പം വർക്ക് ചെയ്യുന്നത്. ദെൻ യൂഷ്വലി ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ് ആൻഡ് നോട്ട് പ്രോഫിറ്റ് അലോൺ. പ്രോഫിറ്റ് ലക്ഷ്യം കണ്ടിട്ടല്ല, ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്? ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ക്ലിയർ? അപ്പൊ അത്തരത്തിലാണ് നമ്മുടെ കോർപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ എന്താണ്? വോളണ്ടറി അസോസിയേഷൻ ആണ് അല്ലെ. അതുപോലെ തന്നെ ഇനി പറയുന്നതാണ് ജോയിന്റ് സ്റ്റോക്ക്. 1 person 1 vote ആണ് കേട്ടോ കോർപ്പറേറ്റ് സൊസൈറ്റിയിൽ. ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ന് പറയുമ്പോൾ എന്താ? ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് എന്താ? ഇറ്റ് ഇസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതുപോലെ പെർപെച്വൽ സക്സഷൻ ഉള്ള ഒരു കോമൺ സീലുള്ള നമ്മുടെ സ്വന്തം പേരിൽ അറിയപ്പെടുന്ന ഒരു, അതുപോലെ തന്നെ സ്വന്തം പേരിൽ അസറ്റ് പർച്ചേസ് ചെയ്യാൻ
ചെയ്യാൻ പറ്റുന്ന, എന്താ പറയുക, കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാൻ പറ്റുന്ന ഒരു ഒരു ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് നമ്മുടെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇതിന്റെ എന്താണ്, ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, അൺലിമിറ്റഡ് അല്ല, ഷെയർ ഹോൾഡേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ലിമിറ്റഡ് ആണ്. നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ റിലയൻസ്, ടാറ്റ ഒക്കെ എന്താണ്, ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ക്ലിയർ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പഠിച്ചു, പാർട്ട്ണർഷിപ്പ് പഠിച്ചു, ഹിന്ദു ഫാമിലി ബിസിനസ് പറഞ്ഞു, കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് പറഞ്ഞു, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് പറഞ്ഞു. ജോയിന്റ് സ്റ്റോക്ക് കമ്പനീന്റെ ഫീച്ചേഴ്സിലാണ് കേട്ടോ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ദെൻ എന്താണ് പെർപെച്വൽ സക്സഷൻ, അതുപോലെ തന്നെ മാനേജ്ഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇവിടെ എന്താണ്, ആരാണ് ഡയറക്ട് ചെയ്യുക? മാനേജിങ് ബോർഡ് ഓഫ് മാനേജേഴ്സ് ആയിരിക്കും അത് ഡയറക്ട് ചെയ്ത് കൊണ്ടുപോവുക. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ പറയാനുള്ളത്. ഇനി നമ്മൾ അവസാനത്തെ 10ാമത്തെ ക്വസ്റ്റ്യൻ, പത്താമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് എക്സ്റ്റേണൽ ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ് ഒക്കെ നമ്മൾ പഠിച്ചു, ലാസ്റ്റ് ചാപ്റ്റർ ആണ് അല്ലെ. എന്താണ് വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് എക്സ്റ്റേണൽ ട്രേഡിന്റെ ടൈപ്പ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. മേ ബി ഇത് വൺ ബൈ വൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇമ്പോർട്ട് ട്രേഡ് എന്താണെന്ന് സെപ്പറേറ്റ് ചോദിക്കാം, എക്സ്പോർട്ട് ട്രേഡ് എന്താണെന്ന് ചോദിക്കാം, ഓൺട്രപ്രോട്ട് ട്രേഡ് എന്താണെന്ന് ചോദിക്കാം. അപ്പൊ അത്തരത്തിൽ 3 എണ്ണം വരുന്നുണ്ട്: ഇമ്പോർട്ട് ട്രേഡ്, എക്സ്പോർട്ട് ട്രേഡ്, എന്റർപോർട്ട് ട്രേഡ്. അപ്പൊ 3 എണ്ണം മേ ബി 3 ആയിട്ട് ചോദിക്കാം, മേ ബി 1 ആയിട്ടും ചോദിക്കാം. എങ്ങനെ, വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് എക്സ്റ്റേണൽ ട്രേഡ് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് ഇമ്പോർട്ട് ട്രേഡ് ചോദിക്കാം, എന്താണ് എക്സ്പോർട്ട് ട്രേഡ്. അപ്പൊ എന്തായാലും ആൻസർ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും അല്ലേ. വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് എക്സ്റ്റേണൽ ട്രേഡ്? ആദ്യത്തെയാണ് ഇമ്പോർട്ട് ട്രേഡ് അഥവാ ഇറക്കുമതി വ്യവസായം. ഇവിടെ എന്താണ് പറയുന്നത്? when the business firm of a country purchase goods from the firm of another country is called import ട്രേഡ്. എന്താണ് പറയുന്നത്? ഒരു രാജ്യം, നമ്മളിപ്പോ ഇന്ത്യയിലെ ഒരു ബിസിനസ് സ്ഥാപനം, ഒരു രാജ്യത്തിന്റെ ബിസിനസ് സ്ഥാപനം മറ്റൊരു രാജ്യത്തിന്റെ കമ്പനിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുകയാണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യ അമേരിക്കയിൽ നിന്നും ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുവാണെങ്കിൽ അതെന്താണ്? ഇമ്പോർട്ട് ചെയ്യാണ്, ഇറക്കുമതിയാണ് അല്ലെ. അത്തരത്തിലുള്ള ട്രേഡിനെയാണ് നമ്മൾ ഇമ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്, ഇറക്കുമതി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഉദാഹരണത്തിന് എന്താണ് എക്സാമ്പിളാ പറഞ്ഞിട്ടുള്ള എന്താ? ഇന്ത്യൻ സർക്കാർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പെട്രോൾ ഉൽപ്പന്നങ്ങള്, ഇലക്ട്രോണിക് വസ്തുക്കള്, സ്വർണം, യന്ത്ര സാമഗ്രികൾ മുതലായവ വാങ്ങുന്നത് എന്താണ്? ഇമ്പോർട്ട് ട്രേഡ് ആണ്. നമ്മൾ മറ്റു രാജ്യത്തിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇറക്കുമതി ചെയ്യുന്നത് എന്താണ്? ഇമ്പോർട്ട് ട്രേഡ് ആണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ചെയ്യുന്നത് എന്താണ്? ഇമ്പോർട്ട് ട്രേഡ് ആണ്. ഒരു സാധനം ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ എന്ത് ചെയ്യാണ്? ചൈനയിൽ നിന്ന് കുറെ സാധനങ്ങൾ വാങ്ങുകയാണ്, അത് എന്താണ്? ഇമ്പോർട്ട് ട്രേഡ് ആണ്. ദെൻ എക്സ്പോർട്ട് ട്രേഡിലോട്ട് വരുമ്പോൾ എന്താണ്? എക്സ്പോർട്ട് ട്രേഡിലോട്ട് വരുമ്പോൾ when the firm of a country sell goods the firm of another country is called export trade. നമ്മളിപ്പോ നമ്മുടെ രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതാണ് എന്ത്? എക്സ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത് അല്ലെ. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് സാധനങ്ങൾ വിൽക്കുകയാണ് ചെയ്യുന്നത്, നേരത്തെ വാങ്ങുക ചെയ്ത്. ഇമ്പോർട്ട് ട്രേഡിൽ നമ്മൾ മറ്റുള്ള രാജ്യത്ത് നിന്ന് വാങ്ങുകയാണ് ചെയ്ത്. കൺഫ്യൂഷൻ ആയോ? എക്സാമ്പിൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇന്ത്യ എന്ത് ചെയ്യാണ്? ചൈനയിൽ നിന്ന് കുറെ സാധനങ്ങൾ വാങ്ങുന്നത് എന്താണ്? ഇമ്പോർട്ട് ട്രേഡ് ആണ്. ഓക്കെ, ഇന്ത്യ ചൈനയിലോട്ട് ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നത് എന്താണ്? എക്സ്പോർട്ട് ട്രേഡ് ആണ്. അങ്ങോട്ട് പോകുന്നത് എക്സ്പോർട്ട് ആണ്, ആ ഒരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഇമ്പോർട്ട് ആണ്. നിങ്ങൾ ജസ്റ്റ് ഇന്ത്യൻ ചൈനയും കൂടെയുള്ള ഒരു എക്സാമ്പിൾ വെച്ച് പഠിച്ചാൽ മതി. ഇന്ത്യയിൽ നിന്ന് ഒരു സാധനം ചൈനയിലോട്ട് കയറ്റി അയക്കുന്നത് എക്സ്പോർട്ട് ട്രേഡ് ആണ്. ചൈനയിൽ നിന്നൊരു സാധനം ഇന്ത്യ വാങ്ങുന്നത് എന്താണ്? ഇമ്പോർട്ട് ട്രേഡ് ആണ് കേട്ടോ. അപ്പോ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ട് എന്താണ്? ഇന്ത്യൻ കമ്പനികൾ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുമ്പ്, ഉരുക്ക്, ചായ, കാപ്പി, കൽക്കരി മുതലായവ വിൽക്കുന്നതിന് നമ്മൾ എന്ത് പറയും? കയറ്റുമതി എന്ന് പറയും. ഓക്കെ, ഇപ്പൊ ഇമ്പോർട്ടും എക്സ്പോർട്ടും നമ്മൾ പഠിച്ചു. ഇനി എന്റർപോർട്ട് എന്ന് പറയുന്നത് എന്താണ്? when the firm of a country import goods for the purpose of exporting the same to the firm of some other country with or without making any change, it is known as interport trade or re-export trade of the country. ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിന്റെ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിയിട്ട് വേറെ രാജ്യത്തിലോട്ട് എന്ത് ചെയ്യാണ്? ഒരു മാറ്റം വരുത്താതെ, വിത്തൗട്ട് എനി ചേഞ്ച്, ആ ഒരു സാധനത്തിന് ഒരു മാറ്റം വരുത്താതെ എന്ത് ചെയ്യാണ്? കയറ്റി അയക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണത്? എന്റർപോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ മക്കളെ? ഇവിടെ എന്താ ചെയ്യുന്നത്? ഗുഡ്സ് ആർ ഇമ്പോർട്ടഡ് ഫ്രം വൺ കൺട്രി and
exported to another country, then it is known as interport trade. അല്ലേ? നമ്മൾ എന്താണ് ഒരു രാജ്യത്ത് നിന്ന് സാധനങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്തിട്ട് വേറൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യാണല്ലേ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ട്രേഡ് ആണ് എന്ത് പറയുന്നത്, ഇന്റർപോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ്പോർട്ട് പഠിച്ചു, ഇമ്പോർട്ട് പഠിച്ചു, ഇന്റർപോർട്ട് പഠിച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് ട്രേഡിൽ വരുന്നത് കേട്ടോ. അപ്പൊ മക്കളെ താങ്ക് യു. അപ്പൊ നമ്മുടെ ഒരു 10 ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ നമ്മളിവിടെ എൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും 10 എണ്ണം എന്ന് പറഞ്ഞിട്ടുള്ളൂ, കുറെ കാര്യങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്തു, കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വേറൊരു മാരത്തോൺ സെക്ഷനായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.